ഫസ്റ്റ് ഇയർ കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട റിവിഷൻ ക്ലാസ് ആണ് ആരംഭിക്കുന്നത്. യൂണിറ്റ് 4 ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++ പ്രോഗ്രാമിംഗ് എന്ന ഈ യൂണിറ്റ് C++ പ്രോഗ്രാമിങ്ങിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ പഠിക്കുന്ന യൂണിറ്റാണ്. ഈ യൂണിറ്റിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിട്ടുള്ളത് C++ലെ ക്യാരക്ടർ സെറ്റ്, ടോക്കൺസ്, IDE തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ടോപ്പിക്കിൻ്റെ ഒരു റിവിഷൻ ക്ലാസ് ആണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നടത്തുന്നത്. നാലാമത്തെ യൂണിറ്റിൽ നമ്മൾ ആദ്യം പഠിച്ചത് ക്യാരക്ടർ സെറ്റ് എന്ന ടോപ്പിക്കാണ്. ഏതൊരു ലാംഗ്വേജിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് ക്യാരക്ടർ സെറ്റ്. ദി സെറ്റ് ഓഫ് വാലിഡ് ക്യാരക്ടേഴ്സ് ഇൻ എ ലാംഗ്വേജ് വിച്ച് ഈസ് ദി ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഓഫ് ദാറ്റ് ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് ഇവിടെ ക്യാരക്ടർ സെറ്റിൽ 5 വ്യത്യസ്ത ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തത് ലെറ്റേഴ്സ്. ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആൽഫാബറ്റ്സ് ആണ്. അത് ക്യാപിറ്റൽ ലെറ്റർ വരും, സ്മോൾ ലെറ്ററും വരും. രണ്ടാമത്തെ സെറ്റ് ഡിജിറ്റ്സ് ആണ്, 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ്. മൂന്നാമത്തെ ക്യാരക്ടർ സെറ്റ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണ്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾസ് ആണ്. പ്ലസ്, മൈനസ്, സ്റ്റാർ, ഡിവിഷൻ, ബ്രാക്കറ്റ്സ്, ഇക്വേഷൻ, കൊട്ടേഷൻ മാർക്ക് തുടങ്ങിയിട്ടുള്ള സിമ്പിൾസിനെയാണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. നാലാമത്തത് വൈറ്റ് സ്പേസ് ആണ്. വൈറ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ സ്പേസ് ബാർ, അതേപോലെ ഹൊറിസോണ്ടൽ ടാബ്, കാരേജ് റിട്ടേൺ, ന്യൂ ലൈൻ ക്യാരക്ടർ, ഫോം ഫീഡ് തുടങ്ങിയിട്ടുള്ള സ്പേസ് ക്യാരക്ടേഴ്സിനെയാണ് വൈറ്റ് സ്പേസ് എന്ന് പറയുന്നത്. അഞ്ചാമത്തത് അതർ ക്യാരക്ടേഴ്സ് എന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. C++ലെ ആസ്കി ക്യാരക്ടേഴ്സ് ആണ് ഇവ. C++ൽ 256 ആസ്കി ക്യാരക്ടേഴ്സ് ഉണ്ട്. C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വ്യത്യസ്ത ക്യാരക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ 5 കാറ്റഗറിയിൽ പെട്ടിട്ട ക്യാരക്ടേഴ്സിനെയാണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. ഈ ക്യാരക്ടർ സെറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ അല്ലെങ്കിൽ C++ന്റെ ഫണ്ടമെന്റൽ യൂണിറ്റുകളാണ്. ഈ ക്യാരക്ടർ സെറ്റ് ഉപയോഗിച്ചിട്ടാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള പ്രോഗ്രാമിംഗ് കോഡുകൾ നമ്മൾ എഴുതുന്നത്. ഇതാണ് ഈ യൂണിറ്റിൽ ആദ്യം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം, ടോക്കൺസ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഈ ഭാഗത്ത് നിന്നും ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണ് ടോക്കൺസ് എന്ന് പറഞ്ഞാൽ? ടോക്കൺസ് ആർ ദി ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ അതിലുണ്ടാകുന്ന ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്കുകളെയാണ് ടോക്കൺസ് എന്ന് പറയുന്നത്. പ്രോഗ്രാമിംഗ് കോഡിനെ നമ്മൾ ഓരോ വേർഡ്സിനെയും നമ്മൾ വേർതിരിച്ചെടുത്താൽ ആ വേർഡ്സ് താഴെ പറയുന്ന ഏതെങ്കിലും 5 കാറ്റഗറിയിൽ വരും. ഇതെല്ലാമാണ് ടോക്കൺസ്. 1 കീവേഡ്, 2 ഐഡന്റിഫയേഴ്സ്, 3 ലിറ്ററൽസ്, 4 പങ്ക്ച്വേറ്റേഴ്സ്, 5 ഓപ്പറേറ്റേഴ്സ്. ഈ 5 എണ്ണമാണ് ടോക്കൺസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടോക്കൺസ് എന്താണെന്നും ടോക്കൺസിന് എക്സാമ്പിൾസും ചോദിക്കും. അപ്പോൾ എന്താണ് ടോക്കൺസ് എന്ന് പറഞ്ഞാൽ? ടോക്കൺസ് ആർ ദി ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദി പ്രോഗ്രാം. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. പങ്ക്ച്വേറ്ററിന് മറ്റൊരു പേരുണ്ട്, പങ്ക്ച്വേഷൻ മാർക്ക്. ഓക്കെ, അപ്പോൾ ഈ ഓരോന്നിൻ്റെയും ഡെഫിനിഷൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, എക്സാമ്പിൾസ് പഠിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് റിവിഷൻ ചെയ്യുക. ഫസ്റ്റ് ടോക്കൺ കീവേഡ് ആണ്. എന്താണ് കീവേഡ് എന്ന് പറഞ്ഞാൽ? കീവേഡ് എന്ന് പറഞ്ഞാൽ അതൊരു ടോക്കൺ ആണ്. C++ലുള്ള ടോക്കൺ. എന്താണ് അതിന്റെ പ്രത്യേകത? കീവേഡ്സ് ആർ റിസർവ്ഡ് വേർഡ്സ്. റിസർവ്ഡ് വേർഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ടുള്ള വേർഡ്സ് ആണ് കീവേഡ്സ്. ദാറ്റ് ഹാവ് എ സ്പെസിഫിക് മീനിങ്.
കീവേഡ്സിന് എന്തുണ്ട്? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മീനിങ് ഉണ്ട്, ഒരു അർത്ഥമുണ്ട്. ആൻഡ് ദാറ്റ് ഹാവ് എ സ്പെഷ്യൽ പർപ്പസ്. ഓരോ കീവേഡ്സിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ കീവേഡ്സ് എന്ന് പറഞ്ഞാൽ C++ലെ റിസർവ്ഡ് വേർഡ്സ് ആണ്. അവയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു മീനിങ് ഉണ്ട്, അവയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പർപ്പസ്, ഒരു ജോലി ഉണ്ട്. ആ ഒരു പ്രത്യേകമായിട്ടുള്ള ആ ഒരു പർപ്പസിന് അല്ലെങ്കിൽ ആ ഒരു ആവശ്യത്തിന് മാത്രമേ കീവേഡ്സ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ കീവേഡ്സ്, വാട്ട് ഈസ് കീവേഡ് എന്ന ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കീവേഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അതേപോലെ കീവേഡ്സിന് എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. കീവേഡ്സിന് എക്സാമ്പിളിൻ്റെ ഒരു ചാർട്ട് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. കണ്ടിന്യൂ, ഫ്ലോട്ട്, ഇൻറ്റ്, വോയിഡ്, ഡബിൾ തുടങ്ങിയവയൊക്കെ എന്താണ്? കീവേഡ്സിന് എക്സാമ്പിൾസ് ആണ്. കീവേഡ്സിൻ്റെ പ്രത്യേകത, അത് സ്മോൾ ലെറ്ററിലായിരിക്കും എഴുതുക. ക്യാപിറ്റൽ ലെറ്ററിൽ കീവേഡ്സ് ഉണ്ടാവില്ല. അപ്പോൾ കീവേഡ്സുമായി ബന്ധപ്പെട്ട കാര്യം പ്രധാനപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും പഠിക്കണം. വാട്ട് ഈസ് ആൻ കീവേഡ്, വാട്ട് ഈസ് എ കീവേഡ് ആൻഡ് എക്സാമ്പിൾസ് ഫോർ കീവേഡ്സ്. ഒരു 5-6 എക്സാമ്പിൾസ് പഠിക്കുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഐഡന്റിഫയേഴ്സ് ആണ്. രണ്ടാമത്തെ ടോക്കൺ ആണ് ഐഡന്റിഫയേഴ്സ്. അപ്പോൾ വാട്ട് ഈസ് ആൻ ഐഡന്റിഫയർ എന്ന് ചോദിച്ചാൽ, ഐഡന്റിഫയേഴ്സ് ആർ ടോക്കൺസ്. പിന്നെന്താണ് അതിൻ്റെ പ്രത്യേകത? ദാറ്റ് ആർ യൂസർ ഡിഫൈൻഡ് വേർഡ്സ്. യൂസർ ഡിഫൈൻഡ് വേർഡ്സ് ആണ്, അതായത് പ്രോഗ്രാമർ നൽകുന്ന പേരുകളാണ് ഐഡന്റിഫയേഴ്സ്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? അപ്പോൾ മെമ്മറി ലൊക്കേഷൻ, അത് വേരിയബിൾ നെയിംസ്, ഫങ്ഷൻ നെയിംസ്, ക്ലാസ് നെയിംസ് തുടങ്ങിയവയൊക്കെ എന്താണ്? യൂസർ ഡിഫൈൻഡ് നെയിംസ്, അതായത് ഐഡന്റിഫയേഴ്സ് ആണ്. അപ്പോൾ ഐഡന്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് വേർഡ്സ് ആണ്. നേരത്തെ നമ്മൾ പഠിച്ച കീവേഡ് സിസ്റ്റം ഡിഫൈൻഡ് നെയിംസ് ആണ്, അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് നെയിംസ് ആണ്. ഇനി എന്തൊക്കെയാണ് ഐഡന്റിഫയേഴ്സിൻ്റെ റൂൾസ്? ഐഡന്റിഫയേഴ്സ് എഴുതാനുള്ള റൂൾസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ റൂള് അവിടെ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഐഡന്റിഫയർ ഈസ് ആൻ ആർബിട്രറി ലോങ് സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർസ്. അതായത് ഐഡന്റിഫയേഴ്സിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത് ലെറ്റേഴ്സ്, ഡിജിറ്റ്സും അണ്ടർസ്കോർ. ഈ 3 കാര്യങ്ങൾ മാത്രമേ ഒരു അണ്ടർസ്കോർ ഉണ്ടാവാൻ പാടുള്ളൂ. ലെറ്റേഴ്സും ഡിജിറ്റ്സും അണ്ടർസ്കോറും. ലെറ്റേഴ്സ് എന്താണെന്ന് നേരത്തെ ക്യാരക്ടർ സെറ്റിൽ പഠിച്ചിട്ടുണ്ട്. ലെറ്റേഴ്സ് എന്താണെന്നും ഡിജിറ്റ്സ് എന്താണെന്നും നമ്മൾ ക്യാരക്ടർ സെറ്റിൽ പഠിച്ചിട്ടുണ്ട്. അണ്ടർസ്കോർ എന്താണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ സ്ക്രീനിൽ നോക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ മാത്രമേ ഒരു ഐഡന്റിഫയറിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. രണ്ടാമത്തെ റൂൾ എന്താണ്? ഐഡന്റിഫയർ എഴുതാനുള്ള രണ്ടാമത്തെ റൂള്, ദി ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി എ ലെറ്റർ ഓർ അണ്ടർസ്കോർ. ഐഡന്റിഫയറിന്റെ ആദ്യത്തെ ക്യാരക്ടർ എന്തായിരിക്കണം? ഒരു ലെറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം. അതായത് ഐഡന്റിഫയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ലെറ്റർ ഉപയോഗിച്ചോ അണ്ടർസ്കോർ ഉപയോഗിച്ചോ ആയിരിക്കണം, ഡിജിറ്റ്സ് ഉപയോഗിച്ച് ആയിരിക്കരുത്. മൂന്നാമത്തെ റൂൾ എന്താണ്? വൈറ്റ് സ്പേസ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് അലൗഡ്. ഐഡന്റിഫയേഴ്സിനകത്ത് വൈറ്റ് സ്പേസ് പാടില്ല, സ്പെഷ്യൽ ക്യാരക്ടറും പാടില്ല, എക്സെപ്റ്റ് അണ്ടർസ്കോർ. അണ്ടർസ്കോർ അല്ലാത്ത സ്പെഷ്യൽ ക്യാരക്ടേഴ്സും പാടില്ല. നാലാമത്തെ റൂള്, കീവേഡ്സ് കനോട്ട് ബി യൂസ്ഡ് ആസ് ഐഡന്റിഫയേഴ്സ്. കീവേഡ്സിനെ ഐഡന്റിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അതാണ് നാലാമത്തെ റൂൾ. ഇനി അഞ്ചാമത്തെ റൂൾ എന്താണ്? അപ്പർ ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ട്രീറ്റഡ് ഡിഫറൻ്റ്ലി. അപ്പർ കേസ് ഐഡന്റിഫയറും ലോവർ കേസ് ഐഡന്റിഫയറും എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള ഐഡന്റിഫയേഴ്സ് ആണ്. ഒരേ വേർഡ്, ഫോർ എക്സാമ്പിൾ ആപ്പിൾ എന്ന് ക്യാപിറ്റൽ ലെറ്ററിലും സ്മോൾ ലെറ്ററിലും എഴുതിയാൽ അത് 2 വ്യത്യസ്ത ഐഡന്റിഫയേഴ്സ് ആണ്. കാരണം എന്താണ്? C++ ഈസ് കേസ് സെൻസിറ്റീവ്. C++ കേസുകളെ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. അതായത്
ക്യാപിറ്റൽ ലെറ്ററിനെയും സ്മോൾ ലെറ്ററിനെയും വ്യത്യസ്ത ക്യാരക്ടേഴ്സ് ആയിട്ടാണ് C++ കാണുന്നത്. അപ്പോൾ ഐഡന്റിഫയേഴ്സിന്റെ റൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഐഡന്റിഫയേഴ്സ്, വാട്ട് ഈസ് ആൻ ഐഡന്റിഫയർ, ഐഡന്റിഫയർ എന്നാൽ എന്താണെന്ന ക്വസ്റ്റ്യൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇതിന്റെ റൂൾസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. ഐഡന്റിഫയേഴ്സിന് എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. കൗണ്ട്, സം ഓഫ് ടു നമ്പേഴ്സ്. സാധാരണ സം ഓഫ് ടു നമ്പേഴ്സ്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുക, സം ഓഫ് ടു നമ്പേഴ്സ്. സാധാരണ നമ്മൾ എഴുതുന്ന സമയത്ത് സ്പേസ് ഇടാറുണ്ട്, ഇവിടെ സ്പേസ് പാടില്ല കാരണം ഐഡന്റിഫയർ ആണ്. അടുത്തത് അണ്ടർസ്കോർ ഫസ്റ്റ് റാങ്ക്. ഇത് വാലിഡ് ആണ്, ശരിയാണ്, കാരണം ഐഡന്റിഫയേഴ്സ് അണ്ടർസ്കോർ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് മെയിൻ. മെയിൻ എന്നുള്ളത് ഒരു ഐഡന്റിഫയർ ആണ്. അവിടെ ശ്രദ്ധിക്കുക, എം ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഇവിടെ എം സ്മോൾ ലെറ്റർ ആയി കഴിഞ്ഞാൽ അത് തെറ്റാണ്, കാരണം മെയിൻ എന്നുള്ളത് ഒരു കീവേഡ് ആണ്, അല്ലെങ്കിൽ C++ൽ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ നെയിമാണ്. അപ്പോൾ മെയിൻ എം ക്യാപിറ്റൽ ലെറ്റർ ആയതുകൊണ്ട് അത് ശരിയാണ്. ആവറേജ്, ഹൈറ്റ്, അവിടെ ആവറേജിനും ഹൈറ്റിനും സ്പേസ് ഇല്ല, പകരം അണ്ടർസ്കോർ ആണ്, അതുകൊണ്ട് അത് ശരിയാണ്. നെക്സ്റ്റ് ഫോർ. ഫോർ അവിടെ ക്യാപിറ്റൽ ലെറ്റർ ആണ്, അതുകൊണ്ട് അത് ട്രൂ ആയിട്ടുള്ള, ശരിയായിട്ടുള്ള ഒരു ഐഡന്റിഫയർ ആണ്. ഇനി ഈ ഒരു ചാർട്ടിൽ നോക്കുക, ഈ ഒരു അതിൽ ചില ഇൻവാലിഡ്, ശരിയല്ലാത്ത ഐഡന്റിഫയേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ കാരണവും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഇൻവാലിഡ് ഐഡന്റിഫയർ എന്താണ്? സം ഓഫ് ഡിജിറ്റ്സ്. ഇത് തെറ്റായിട്ടുള്ള ഐഡന്റിഫയർ ആണ്, കാരണം ബ്ലാങ്ക് സ്പേസ് ഈസ് യൂസ്ഡ്. ഇതിൽ സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് തെറ്റാണ്. അടുത്ത ഇൻവാലിഡ് ഐഡന്റിഫയർ എന്താണ്? ഫസ്റ്റ് ഇയർ. അത് തെറ്റാണ്, കാരണം ഡിജിറ്റ് ഈസ് യൂസ്ഡ് ആസ് ദി ഫസ്റ്റ് ക്യാരക്ടർ. ആദ്യത്തെ ക്യാരക്ടർ എന്താണ്? ഒരു ഡിജിറ്റ് ആണ്, ഒന്നാണ്. അടുത്തത് ഫസ്റ്റ് ഡോട്ട് ജാൻ. ഇത് തെറ്റാണ്, കാരണം ഡോട്ട് എന്ന സ്പെഷ്യൽ ക്യാരക്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. ഫോർ. അതും തെറ്റാണ്, കാരണം ഫോർ ഈസ് എ കീവേഡ്. അപ്പോൾ ഇവിടെ നമ്മൾ വാലിഡ് ആയിട്ടുള്ളതും ഇൻവാലിഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഐഡന്റിഫയേഴ്സ് കണ്ടു. അപ്പോൾ എക്സാമിന് ഇങ്ങനെ ചോദിക്കും, കുറച്ച് വേർഡ്സ് തന്നിട്ട് ഇതിൽ നിന്നും വാലിഡ് ആയത് ഏതാണ്, ഇൻവാലിഡ് ആയതായിട്ടുള്ള ഐഡന്റിഫയേഴ്സ് ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും, സാധാരണ ചോദിക്കുന്നതാണ്. അപ്പോൾ വാലിഡ് ഏതാണ്, ഇൻവാലിഡ് ഏതാണ് എന്ന് കാണുവാനുള്ള മെത്തേഡ് എന്താണ്? ഐഡന്റിഫയേഴ്സ് എഴുതാനുള്ള റൂൾസ് നമ്മൾ പഠിച്ചിരിക്കണം. ഇനി അവിടെ ചില ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഐഡന്റിഫൈ ഇൻവാലിഡ് ഐഡന്റിഫയേഴ്സ് ഫ്രം ദി ഫോളോയിങ് ലിസ്റ്റ് ആൻഡ് ഗിവ് റീസൺ. താഴെ കൊടുത്തിട്ടുള്ള ലിസ്റ്റിൽ നിന്നും ഇൻവാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായ ഐഡന്റിഫയേഴ്സ് കണ്ടെത്തി അതിന് കാരണം എഴുതുക. ഒന്നാമത്തെ ഐഡന്റിഫയർ കൊടുത്തത് ഡാറ്റ അണ്ടർസ്കോർ റെക്കോർഡ്, അത് ശരിയാണ്. രണ്ടാമത്തത് അണ്ടർസ്കോർ ഡാറ്റ, അതും ശരിയാണ്. അടുത്തത് ഐ ഡാറ്റ, അതും ശരിയാണ്. നെക്സ്റ്റ് ഡാറ്റ 1, അതും ശരിയാണ്. അടുത്തത് നോക്കൂ, മൈ ഡോട്ട് ഫയൽ, അത് തെറ്റാണ്, കാരണം ഡോട്ട് എന്ന ഒരു സ്പെഷ്യൽ സിമ്പിൾ അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്, അത് തെറ്റാണ്. നെക്സ്റ്റ് ASM, ASM തെറ്റാണ്, ASM ഒരു കീവേഡ് ആണ്. നെക്സ്റ്റ് സ്വിച്ച്, സ്വിച്ചും തെറ്റാണ്, കാരണം സ്വിച്ച് ഒരു കീവേഡ് ആണ്. ഗോ ടു എന്നതും തെറ്റായിട്ടുള്ള ഐഡന്റിഫയർ ആണ്, കാരണം ഗോ ടു ഒരു കീവേഡ് ആണ്. നെക്സ്റ്റ് ബ്രേക്ക്, അതും ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു ഐഡന്റിഫയർ ആണ്, കാരണം ബ്രേക്ക് ഒരു കീവേഡ് ആണ്. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ 2 ടോക്കൺസ് പഠിച്ചു, കീവേഡ്, ഐഡന്റിഫയർ. ഇനി മൂന്നാമത്തതാണ് ലിറ്ററൽസ്. എന്താണ് ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ? ലിറ്ററൽസിന്റെ മറ്റൊരു പേരാണ് കോൺസ്റ്റന്റ്. ലിറ്ററൽസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എ വാല്യൂ ദാറ്റ് നെവർ ചേഞ്ച്. ഒരിക്കലും മാറ്റം വരാത്ത വാല്യൂസിനെയാണ് എന്ത് പറയുന്നത്? ലിറ്ററൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലിറ്ററൽസ് C++ൽ 4 തരമുണ്ട്. ഇൻറ്റിജർ ലിറ്ററൽസ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ്, മൂന്നാമത്തത് ക്യാരക്ടർ ലിറ്ററൽസ്, നാലാമത്തത് സ്ട്രിംഗ് ലിറ്ററൽസ്. അപ്പോൾ അവ ഓരോന്നും എന്താണെന്ന് നോക്കാം, അവയ്ക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻറ്റിജർ ലിറ്ററൽ. എന്താണ് ഇൻറ്റിജർ ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ?
ഇൻറ്റിജർ ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റ്സുകളെയാണ് ഡിജിറ്റ്സുകൾ മാത്രമുള്ള ടോക്കൺസിനെയാണ് എന്ത് പറയുന്നത്? ഇൻറ്റിജർ ലിറ്ററൽസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പൂർണ്ണ സംഖ്യകളെയാണ് എന്ത് പറയുന്നത്? ഇൻറ്റിജർ ലിറ്ററൽസ് എന്ന് പറയുന്നത്. അത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, ഏതുമാവാം. 235 -207 207 ഇതൊക്കെ എന്താണ്? പോയിന്റ് വരാത്ത നമ്പേഴ്സ് ആണല്ലേ. അപ്പോൾ ഇങ്ങനെ പോയിന്റ് വരാത്ത നമ്പേഴ്സിനെയാണ് ഇൻറ്റിജർ ലിറ്ററൽസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ലിറ്ററൽ ഏതാണ്? ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ അതും നമ്പേഴ്സ് ആണ്, പക്ഷെ അതിന്റെ പ്രത്യേകത അതിന് ഫ്രാക്ഷണൽ പാർട്സ് വരും, അതായത് പോയിന്റ് വരും. ഇങ്ങനെ ഫ്രാക്ഷണൽ പാർട്ട് വരുന്ന അല്ലെങ്കിൽ ഡെസിമൽ പാർട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? 52.5, 38.7, -52.5. അപ്പോൾ നെഗറ്റീവും വരും, പോസിറ്റീവും വരും. ഇനി എന്താണ് ക്യാരക്ടർ ലിറ്ററൽ? മൂന്നാമത്തെ ലിറ്ററൽ. ക്യാരക്ടർ ലിറ്ററൽ ഈസ് എ സിംഗിൾ ക്യാരക്ടർ എൻക്ലോസ്ഡ് ഇൻ എ സിംഗിൾ കോട്ട്. സിംഗിൾ കൊട്ടേഷനിൽ ഉള്ള സിംഗിൾ ക്യാരക്ടേഴ്സിനെയാണ് ക്യാരക്ടർ ലിറ്ററൽ എന്ന് പറയുന്നത്. എ അണ്ടർസ്കോർ സിംഗിൾ കൊട്ടേഷനിൽ ഒരു സിംഗിൾ ക്യാരക്ടർ എഴുതി കഴിഞ്ഞാൽ അത് ക്യാരക്ടർ ലിറ്ററൽ ആണ്. എക്സാമ്പിൾസ് നോക്കുക. ഒരു ഡിജിറ്റ് നമ്മൾ സിംഗിൾ കൊട്ടേഷൻ എഴുതി കഴിഞ്ഞാലും അതെന്താണ്? ക്യാരക്ടർ ലിറ്ററൽ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഡിജിറ്റ് സിംഗിൾ കൊട്ടേഷൻ എഴുതി കഴിഞ്ഞാൽ അതെന്താണ്? ക്യാരക്ടർ ലിറ്ററൽ ആണ്. അവിടെ നാലാമത്തെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 1 എന്നുള്ളത് സിംഗിൾ കൊട്ടേഷൻ എഴുതി, അതുകൊണ്ട് അത് ക്യാരക്ടർ ലിറ്ററൽ ആയി. ഇനി നാലാമത്തത് സ്ട്രിംഗ് കോൺസ്റ്റന്റ്. എന്താണ് സ്ട്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ? ഒന്നോ അതിലധികമോ ക്യാരക്ടേഴ്സിനെ ഡബിൾ കൊട്ടേഷൻ എഴുതി കഴിഞ്ഞാൽ അതെന്താണ്? സ്ട്രിംഗ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്ട്രിംഗ് ലിറ്ററൽ ആയി. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ആപ്പിൾ, ആമിർ, ഇതൊക്കെ ഡബിൾ കൊട്ടേഷനിൽ എഴുതി. ഇനി സിംഗിൾ ക്യാരക്ടർ ഡബിൾ കൊട്ടേഷൻ എഴുതി കഴിഞ്ഞാലും അതെന്താണ്? സ്ട്രിംഗ് ലിറ്ററൽ ആണ്. അപ്പോൾ ക്യാരക്ടർ ലിറ്ററലും സ്ട്രിംഗ് ലിറ്ററലും തമ്മിൽ ഡിഫറൻസ്, വ്യത്യാസം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. എന്താണ് ക്യാരക്ടർ ലിറ്ററലും സ്ട്രിംഗ് ലിറ്ററലും തമ്മിലുള്ള വ്യത്യാസം? അതിന്റെ ഡെഫിനിഷൻ തന്നെയാണ് അതിന്റെ ഡിഫറൻസ്. ക്യാരക്ടർ ലിറ്ററൽ സിംഗിൾ ലെറ്റർ സിംഗിൾ കൊട്ടേഷൻ എഴുതുന്നതാണ്. സ്ട്രിംഗ് ലിറ്ററൽ ഒന്നോ അതിലധികമോ ക്യാരക്ടേഴ്സിന്റെ കോമ്പിനേഷന് ഡബിൾ കൊട്ടേഷൻ എഴുതുന്നതാണ് സ്ട്രിംഗ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്ട്രിംഗ് ലിറ്ററൽ. ഈ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. എക്സാമിന് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഇനി താഴെയുള്ള ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ക്ലാസിഫൈ ദി ഫോളോയിങ് ഇൻടു ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ലിറ്ററൽസ്. ക്ലാസിഫൈ ദി ഫോളോയിങ് ഇൻടു ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ലിറ്ററൽസ്. താഴെ നൽകിയവ വ്യത്യസ്ത ലിറ്ററൽസുകളായിട്ട് തരംതിരിക്കുക. ഫസ്റ്റത്തെ ഏതാണ്? എ എന്നുള്ളത് അത് ക്യാരക്ടർ ലിറ്ററലാണ്, കാരണം സിംഗിൾ കൊട്ടേഷൻ എഴുതി. നെക്സ്റ്റ് റിത, ഡബിൾ കൊട്ടേഷൻ എഴുതിയത് കൊണ്ട് അതെന്താണ്? സ്ട്രിംഗ് ലിറ്ററൽ ആണ്. നെക്സ്റ്റ് -124 അതേതാണ്? ഇൻറ്റിജർ ലിറ്ററൽ ആണ്. നെക്സ്റ്റ് 12.5 അത് ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ ആണ്. അടുത്തത് -12E-1 ഇത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ ആണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ ഈ രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇ എന്ന് കാണുന്നത് എന്താണ്? ഒരു നമ്പറിൽ ഇ വന്നിട്ടുണ്ടെങ്കിൽ അത് ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ ആണ്. നെക്സ്റ്റ് രാജൂസ് പെൻ, അത് ഡബിൾ കൊട്ടേഷൻ എഴുതിയത് കൊണ്ട് എന്താണ്? അത് സ്ട്രിംഗ് ലിറ്ററൽ ആണ്. നെക്സ്റ്റ് 0 എന്നുള്ളത് ഇൻറ്റിജർ ലിറ്ററൽ ആണ്. നെക്സ്റ്റ് -11.999 പോയിന്റ് വന്നത് കൊണ്ട് ഫ്രാക്ഷണൽ പാർട്ട് ഉള്ളത് കൊണ്ട് ഇത് ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ ആണ്, ക്യാരക്ടർ ലിറ്ററൽ ആണ്. അടുത്തത് 32,760 അതെന്താണ്? അതും ഒരു ഇൻറ്റിജർ ലിറ്ററൽ ആണ്. അപ്പോൾ ഇങ്ങനെ ലിറ്ററൽസിനെ ക്ലാസിഫൈ ചെയ്യാവുന്ന എക്സാമ്പിൾസ് പഠിക്കേണ്ടതാണ്. ഓരോ ലിറ്ററൽസ് എന്താണെന്നും അവയ്ക്ക് എക്സാമ്പിൾസും പഠിക്കേണ്ടതാണ്.
നെക്സ്റ്റ് ടോക്കൺ ആണ് പങ്ക്ച്വേറ്റേഴ്സ്. എന്താണ് പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ സിമ്പിൾസ് ആണ്. സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ സിമ്പിൾസിനെയാണ് പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. പ്ലസ്, മൈനസ്, വ്യത്യസ്ത ബ്രാക്കറ്റുകൾ, കൊട്ടേഷൻ, സിംഗിൾ കോട്ട്, കോമ, സെമി കോളൻ ഇങ്ങനെയുള്ള സിമ്പിൾസിനെയാണ് പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓപ്പറേറ്റേഴ്സ്. അഞ്ചാമത്തെ ടോക്കൺ ആണ് ഓപ്പറേറ്റർ. എന്താണ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ? An operator is a symbol that tells the compiler about a specific operation. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾസ് ആണ്. ഒരു പ്രത്യേക ഓപ്പറേഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫംഗ്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിൾസിനെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഇതൊക്കെയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഇതൊക്കെ എന്താണ്? അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആണ്. അതേപോലെ റിലേഷണൽ, ലോജിക്കൽ, അസൈൻമെന്റ്, കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്, ഇതൊക്കെ ഓപ്പറേറ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ഏതൊക്കെയാണ്? 5 ടോക്കൺസ്: കീവേഡ്, ഐഡന്റിഫയർ, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഇത് ചില സമയത്ത് 5 മാർക്കിന് ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ ടോക്കൺസ് ഇൻ C++ വിത്ത് എക്സാമ്പിൾസ്. ഇപ്പോൾ ഓരോ ടോക്കൺ പഠിക്കുമ്പോഴും അവയുടെ ഡെഫിനിഷൻ പഠിക്കണം, എക്സാമ്പിൾസും പഠിക്കണം. ഇനി ഈ ഒരു യൂണിറ്റിൽ, 4ാമത്തെ യൂണിറ്റ് അവസാനമായി നമ്മൾ പഠിച്ചിട്ടുള്ളത് IDE. IDE എന്ന അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവിറോൺമെൻറ്റ്. ഇതൊരു വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. C++ൽ ഉപയോഗിക്കുന്ന IDE 2 തരം IDE ഉണ്ട്. ജീനി IDE, ടർബോ C++. ഈ ഏതെങ്കിലും ഒരു IDE ഉപയോഗിച്ചിട്ടാണ് C++ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിച്ചിട്ടുള്ളത്.